നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുകെയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരികയാണ്. അധികാരമേറ്റത് 45 ദിവസം പിന്നിട്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ് ട്രസ് രാജിവെച്ചു. രാജിയോടെ ഏറ്റവും കുറച്ചുകാലം അധികാരത്തിലിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന പേരുദോഷവുമായാണ് ലിസ് ട്രസിന്റെ മടക്കം. ബ്രിട്ടന്റെ ചരിത്രത്തിലെ 3ാമത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ലിസ് ട്രസ്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ കടുത്ത വിമർശനമാണ് ഈ അടുത്ത കാലത്തായി ഉയർന്നു വന്നത്. താൻ പോരാളിയാണെന്നും തോറ്റു പിന്മാറില്ലെന്നും ലിസ് ട്രസ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. എന്നാൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാനായില്ലെന്ന് ലിസ് ട്രസ് രാജിവെച്ചതിന് പിന്നാലെ വ്യക്തമാക്കി. പുതിയ പ്രധാനമന്ത്രി വരുന്നതുവരെ സ്ഥാനത്ത് തുടരുമെന്നും അവർ അറിയിച്ചു. ഒപ്പം തന്നെ മറ്റൊരു വാർത്തയുമുണ്ട്. ബ്രിട്ടീഷ് ആഭ്യന്തരമന്ത്രിയും ഇന്ത്യൻ വംശജയുമായ സുവല്ല ബ്രേവർമാനും രാജിവെച്ചു കഴിഞ്ഞു. ഔദ്യോഗിക രേഖ സ്വന്തം ഇമെയിലിൽ നിന്ന് അയച്ചതിനെ തുടർന്നാണ് രാജി വെച്ചിരിക്കുന്നത്. സർക്കാർ രേഖ ലഭിക്കാൻ യോഗ്യതയുള്ള ആൾക്കല്ല അയച്ചതെന്നും BBC-യുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമല്ല ഈ രേഖയെങ്കിലും സർക്കാർ നയം ഉൾക്കൊള്ളുന്നതാണെന്നുമാണ് റിപ്പോർട്ട്. ലിസ് ട്രസ് പ്രധാനമന്ത്രിയായതിനു പിന്നാലെ അവതരിപ്പിച്ച സാമ്പത്തിക പാക്കേജിനെതിരെ വൻ വിമർശനമാണ് ഉയർന്നത്. നികുതി ഇളവുകൾ അശാസ്ത്രീയമാണെന്ന് ആരോപണങ്ങളുണ്ടായി. പ്രതിസന്ധിയിലായ ബ്രിട്ടന്റെ സാമ്പത്തിക നിലയെ ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. ഭരണപക്ഷത്തു നിന്ന് തന്നെ ലിസ് ട്രസിനെതിരെ വിമർശനമുണ്ടായി. കഴിഞ്ഞ ദിവസം രാജിവെച്ച ആഭ്യന്തരമന്ത്രിയും ലിസ് ട്രസിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യൻ വംശജൻ ഋഷി സുനക്കിനെ പിന്തള്ളിയാണ് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി ലിസ് ട്രസ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബോറിസ് ജോൺസന് പിൻഗാമിയെ കണ്ടെത്താൻ ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങൾക്കിടയിൽ നടന്ന വോട്ടെടുപ്പിൽ ട്രസ് 57% വോട്ട് നേടിയിരുന്നു. ബ്രിട്ടന്റെ 3ാമത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ലിസ്. നഴ്സായ പ്രിസല്ല മേരി ട്രസിന്റെയും ഗണിത പ്രൊഫസറായിരുന്ന ജോൺ കെന്നത്തിന്റെയും മകളായി 1975 ജൂലൈ 26-ന് ബ്രിട്ടനിലെ ഓക്സ്ഫഡിലാണ് ലിസ് ട്രസിന്റെ ജനനം. ആക്ടിവിസ്റ്റ് കൂടിയായിരുന്ന അമ്മയ്ക്കൊപ്പം ആണവ നിർവ്യാപന ക്യാമ്പയിനുകളിൽ ലിസും പങ്കെടുത്തു. അങ്ങനെ രാഷ്ട്രീയ ചിന്തകളും ഇടപെടലുകളും സമൃദ്ധമായ ബാല്യകൗമാരങ്ങൾ. ഓക്സ്ഫഡ് സർവകലാശാലയിലെ പഠനകാലത്ത് രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമായി. ലിബറൽ ഡെമോക്രാറ്റ് പാർട്ടിക്കൊപ്പമായിരുന്നു അന്ന്. രാഷ്ട്രീയത്തിലെ ഉജ്ജ്വല പ്രവേശം 1994-ലായിരുന്നു. ലിബറൽ ഡെമോക്രാറ്റ് പാർട്ടി സമ്മേളനത്തിൽ രാജ്യഭരണം നിലനിർത്താനാവുന്നതുമായി ബന്ധപ്പെട്ട് പ്രമേയത്തെ പിന്താങ്ങി 19 വയസ്സുകാരി ലിസ് ട്രസ് പ്രസംഗിച്ചു. പിന്നീട് കൺസർവേറ്റീവ് പാർട്ടിയിൽ ചേർന്നു. അതിനിടെ അക്കൗണ്ടന്റായി യോഗ്യത നേടി. അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന കാലത്തെ സഹപ്രവർത്തകർ ഹ്യൂ അലിയറിയുമായി 2000-ൽ ആയിരുന്നു വിവാഹം. 2 മക്കളുടെ അമ്മയായതിനൊപ്പം കരിയറിലും അവർ ഉയർന്നു. പിന്നീട് അങ്ങോട്ട് ഓരോരോ ഉയർച്ചകൾ. 2021 സെപ്റ്റംബറിൽ ജോൺസൺ അവരെ വിദേശകാര്യ മന്ത്രിയാക്കി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.